ജസ്റ്റിസ് ചന്ദ്രചൂഡ് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് വാർത്ത കേട്ടു. അതെ, വീണ്ടും ഞെട്ടുന്നത് ചന്ദ്രചൂഡിന് ഞെട്ടലൊന്നുമില്ല, നമുക്കാർക്കും ഞെട്ടലൊന്നുമില്ല. കാരണം ഹിന്ദു വിരോധികളായ ആളുകൾക്ക് ഞെട്ടാനും കുരു പൊട്ടാനും ഒക്കെയുള്ള പുതിയൊരു ഉത്തരവ് ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് പർദിവാല, മനോജ് മിശ്ര ഇവരുടെ ബെഞ്ച് വളരെ നിർണായകമായ ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിന് വലിയ പ്രത്യാശയും ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കുകയാണ് രാജ്യത്തെമ്പാടും. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു, ചിലയിടത്തൊക്കെ മഹാരാഷ്ട്രയിൽ 11 ദിവസമാണ്, ഈ 17-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പൂനെയിൽ ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ഗണേശ വിഗ്രഹങ്ങൾ ആഘോഷത്തിന് ശേഷം ജലത്തിൽ നിമജ്ജനം ചെയ്യുമല്ലോ, അതിനുവേണ്ടി ജലത്തിൽ ഒഴുക്കാൻ കൊണ്ടുപോകുന്ന ഈ ഘോഷയാത്ര വലിയ ഘോഷയാത്രയാണ്. മഹാരാഷ്ട്രയുടെ പൂനെയുടെ സംസ്കാരം, ഹൈന്ദവ ജനതയുടെ മഹാശക്തി വിളിച്ചോതുന്ന വലിയ ഘോഷയാത്രയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കർണാടകയിലൊക്കെ വലിയ പ്രശ്നമാണ്. കർണാടകയിൽ ഗണേശ ഘോഷയാത്ര നടത്തിയ നേരെ ഭരണം മാറിയതിൻ്റെ വെളിച്ചത്തിൽ അവിടെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തി, വലിയ കലാപം നടന്നു. ഒരുപാട് കടകളൊക്കെ തീവെക്കപ്പെട്ടു, 144 പ്രഖ്യാപിച്ചിരിക്കുക. ഇതേ കർണാടകയിൽ BJP സർക്കാർ പോയ ഉടനെ ഒരു കടയിൽ ഹനുമാൻ ചാലീസ ചൊല്ലിയതിൻ്റെ പേരിൽ ആ കടക്കാരനെ അടിക്കുകയും കട കത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ വലിയ തോതിൽ പിടിമുറുക്കിയിരിക്കുകയാണ് BJP പോയ ഉടനെ കർണാടകയിലെ കാര്യങ്ങൾ അറിയാമല്ലോ. അമ്പലത്തിന് നികുതി, അമ്പലത്തിലെ വരുമാനത്തിന് നികുതി, ക്ഷേത്രങ്ങളുടെ ഭരണസമിതികളിൽ മറ്റു മതക്കാരെ ഉൾപ്പെടുത്താം. എന്തിന്? അവിടെ ഹനുമാൻ ആഞ്ജനേയ ഹിൽസ് ഉണ്ട്, അവിടെ ഹനുമാൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാക്കിയ വിളക്ക് കാലുകളിൽ ഗദയുടെയും വില്ലിൻ്റെയും രൂപത്തിലുള്ള വിളക്കുകളുണ്ടെന്ന് പറഞ്ഞ് SDPI പരാതി കൊടുത്തപ്പോൾ അത് പിൻവലിച്ചു. അങ്ങനെ കർണാടക ഭരിക്കുന്നവരാണ്. എവിടെയൊക്കെ BJP പോയിട്ടുണ്ടോ അവിടെയൊക്കെ, BJP അധികാരത്തിൽ നിന്ന് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഭരണം കൈയാളുന്നത് SDPI തന്നെയാണ് എന്നത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തെളിവ് പൂനെ നടന്നു. അത് മഹാരാഷ്ട്രയിലൊക്കെ അതിന് മുതിരുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കടന്ന കൈയാണ്. മഹാരാഷ്ട്രയിൽ ഈ ഗണപതി വിഗ്രഹവുമായുള്ള ഘോഷയാത്ര പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ ആഘോഷപൂർവ്വം ആളുകൾ കൊടിയൊക്കെ പിടിച്ച് വലിയ വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ ധോൾ ധാഷ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. നാസിക് ദോൾ ഉണ്ടല്ലോ, നാസിക് ദോളുകൾ മുട്ടി വലിയ ആഘോഷത്തിൽ അതിൻ്റെ ബീറ്റ്സ് യുവാക്കളും യുവതികളും ചെറുപ്പക്കാരും ഒക്കെ ഈ ദോളുകൾ കാവിക്കൊടികളുമാക്കി നാസിക് ദോൾ മുഴക്കി പോകുന്ന വലിയ ഘോഷയാത്രയുണ്ട്. അത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞൊരു പരിസ്ഥിതി കോടതിയുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വഖഫ് കോടതി പോലെയാണ്. അതിനെതിരെ മറ്റു കോടതിയിലൊന്നും പോകാൻ പറ്റത്തില്ല, സുപ്രീം കോടതിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. NGTയുടെ വിധി വന്നാൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധിയിൽ. അപ്പോൾ അതിൻ്റെ വെസ്റ്റേൺ ബെഞ്ചിൽ ഉത്തരവിറക്കി ഒരാൾ, അവിടെയുള്ള കുറേ ആളുകൾ, ഞാൻ ആളുടെ പെറ്റീഷണറുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരൊരു കേസ് കൊടുത്തു. ഈ ഗണേശ ഘോഷയാത്ര, ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രയ്ക്ക് ധോൾ താഷ നടക്കുമ്പോൾ അത് കാലങ്ങളായിട്ട് മഹാരാഷ്ട്രയുടെ പാരമ്പര്യമാണ് ഈ നാസിക് ദോൾ മുഴക്കിയിട്ടുള്ള ഘോഷയാത്ര. അത് മുഴക്കിയുള്ള ഘോഷയാത്ര ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് തടയണം. എന്തായിരുന്നു ഹർജി? ഞാൻ വീണ്ടും പറയുന്നു, ഹർജി കൊടുത്തവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് ശബ്ദം വലിയ പ്രശ്നമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിൽ ഈ രവിചന്ദ്രൻ എന്ന് പറഞ്ഞൊരു നാസ്തിക സംഘടനയുടെ ആളുണ്ട്. അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രത്തിൽ ഈ വൈകുന്നേരം ഉച്ചഭാഷണി വെക്കുന്നത്, ഭക്തിഗാനങ്ങളൊക്കെ വെക്കുന്നത് കുഴപ്പമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഒരു പരാതി കൊടുത്തിട്ട് പോലീസ് അത് നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയാണ്. പക്ഷേ ക്ഷേത്രങ്ങളിലല്ല, ഇന്ത്യയിൽ ഒരിടത്തും ഹോൺ ആകൃതിയിലുള്ള മൈക്ക് വെക്കരുത്, കോളാമ്പി മൈക്ക് നിരോധിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല, സുപ്രീം കോടതി വിലക്കിയിട്ടുള്ളതാണ്. പക്ഷേ കോളാമ്പി മൈക്ക് ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലേ? എവിടെയാണ്? ഈ പള്ളിയുടെ മിനാരങ്ങളിലേക്ക് മുഴുവൻ കോളാമ്പി മൈക്ക്. അത് വെച്ചിട്ട് ഇങ്ങനെ എത്ര ഡെസിബലിലാണ് ഈ വാങ്ക് വിളിക്കുന്നത് എന്തിനാണ്? അതായത് എല്ലായിടത്തും ഉള്ള അള്ളാഹുവിൻ്റെ മഹത്വം വിളംബരം ചെയ്യുകയും പിന്നെ നിങ്ങൾ നമാസിനുള്ള സമയമായി വന്ന് നിസ്കരിക്കുമെന്ന് പറയാനാണ്. അതെല്ലാ ദീനിയായ മുസ്ലിമിനും അറിയാം എത്ര മണിക്കാണ് നിസ്കരിക്കേണ്ടത്. ഇനി തിരക്കാണെങ്കിൽ ഓർമ്മപ്പെടുത്താനാവാം. അതിന് ഈ മൈക്ക്, ഇത്രയും വലിയ മൈക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? ചിലയിടത്തൊക്കെ 3-4 പള്ളികളിൽ നിന്നുള്ള ശബ്ദം വരുന്നത്, അതിന് മലിനീകരണമില്ല. അപ്പം എസൻസുകാർ അവിടെ ഒരു അമ്പലത്തിലെ, കൊല്ലത്ത് ഒരു അമ്പലത്തിലെ മൈക്ക് പൂട്ടിച്ചു. കൊല്ലത്ത് എത്ര പള്ളികളിൽ ഇരിക്കുന്നുണ്ട് ഈ കോളാമ്പി മൈക്കുകൾ? അത് പ്രശ്നമല്ല, അത് അവർ കാണുന്നില്ല. സുപ്രീം കോടതി
കോളാമ്പി മൈക്കുകൾ നിരോധിച്ചിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ഗ്രീൻ ട്രിബ്യൂണലിൽ ആരും പോകുന്നില്ല. അത് എത്ര ഡെസിബൽ ഉണ്ടെന്ന് പരിശോധിക്കുന്നില്ല. മലിനീകരണം, ശബ്ദ മലിനീകരണത്തിന് പ്രശ്നവുമില്ല. അതങ്ങനെയാണല്ലോ, ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ. ഒരു ഭൂരിപക്ഷം ആളുകളുണ്ടെങ്കിലും ന്യൂനപക്ഷം ഭരിക്കുന്ന, ന്യൂനപക്ഷത്തിൻ്റെ ഇച്ഛകൾ മാത്രം നടക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം ഇപ്പോൾ. അപ്പോൾ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ വന്ന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു വലിയ ദയ കാണിച്ചു കേട്ടോ. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയാണ് പൂനെയിൽ നടക്കുന്നത്. അതിൽ ഈ ദോൾ ഉപയോഗിക്കരുത് എന്നായിരുന്നു ഹർജിക്കാരായ മഹത് വ്യക്തികളുടെ ആവശ്യം. പക്ഷേ ഗ്രീൻ ട്രിബ്യൂണൽ ദയാവായ്പോടെ അത് അനുവദിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 30 എണ്ണം ഉപയോഗിക്കാനുള്ളത്, ലക്ഷക്കണക്കിന് 30 എണ്ണം ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ 30 എണ്ണം ആകുമ്പോൾ ഈ ശബ്ദത്തിന് ഡെസിബിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇതങ്ങ് ബാക്കിയുള്ള കംപ്ലീറ്റ് ആയിരക്കണക്കിന് ദോളുകളാണ്, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്രകളാണ്. 14 15 ആയിരക്കണക്കിന് ദോളുകളില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ ഇതിന് പരിശീലനം കിട്ടിയ ആളുകളുണ്ട്. അവർ പങ്കെടുക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ. അത് വലിയൊരു നമ്മുടെ ഈ ബാൻഡ് മേളമൊക്കെ പോകുന്ന പോലെ അവരുടെ ഈ കൊടിയൊക്കെ പിടിച്ചിട്ടുള്ള അത്യാവശ്യം ചെറിയ അഭ്യാസ പ്രകടനങ്ങളും നൃത്തരൂപങ്ങളും ഒക്കെ ചേർത്താണ്. അതിൻ്റെ കൂടെ DJ ഉണ്ടാവും. മറ്റേ ഘോഷയാത്രകളുടെ വീഡിയോസ് കണ്ടറിയാം. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഒന്നിച്ചേർന്ന് ഒരുമിച്ച് വലിയ ഘോഷയാത്രയായിട്ട് പങ്കെടുക്കും. അത് 100 കണക്കിന് ഗ്രൂപ്പുകളുണ്ട്. പല നാട്ടിൽ നിന്നും എല്ലാം വന്നിട്ട് ചെറു നദികൾ വന്ന് വലിയൊരു മഹാപ്രവാഹമാകുന്നത് പോലെയാണ് കാവിക്കൊടികളുമേന്തി ഭഗവാൻ ഗണേശൻ്റെ വിഗ്രഹങ്ങളുമൊക്കെയായി വളരെ ഭക്തിപൂർവ്വം, ആവേശപൂർവ്വം, ആഹ്ലാദത്തോടെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ് ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ളത്. കാലാകാലങ്ങളല്ലേ, എത്ര കാലം മുമ്പ് തുടങ്ങിയെന്നറിയാൻ പറ്റില്ല. ഗണേശ വിശ്വാസം, ഗണപതി ഭഗവാനുള്ള വിശ്വാസം ഇന്ത്യക്കാരൻ്റെ ഹൃദയവികാരം കൂടിയാണ്. അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹർജിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. തൃശ്ശൂർ പൂരം, വെടിക്കെട്ട് പാടില്ല, ആള് പാടില്ല, ആന പാടില്ല, ആനയുടെ കാല് വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തുകയും ഒരുമിച്ച് കയറുകയും അവരുടെ ഒരു സംഘബോധം വളർത്തുകയും ചെയ്യുന്ന വേദികൾ കൂടിയാണ്. അതുകൊണ്ട് ഉത്സവങ്ങൾ തകർക്കുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ഒരാവശ്യമാണ്. ഇപ്പോൾ ഡൽഹി സർക്കാർ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ നിർദ്ദേശിച്ചിരിക്കുക. ആപ്പിൻ്റെ സർക്കാർ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും. എന്താ, ദീപാവലിക്ക് പടക്കം കഴിഞ്ഞ് 2-3 വർഷമായിട്ട് പൊട്ടിക്കാറില്ല. എന്നിട്ടും ഡൽഹിയിൽ വലിയ അന്തരീക്ഷ മലിനീകരണമാണ്. പഞ്ചാബിൽ ആപ്പിൻ്റെ തന്നെ സർക്കാർ ഭരിക്കുന്ന പഞ്ചാബിൽ കൃഷിക്കാർ ഗോതമ്പ് പാടങ്ങൾക്ക് തീയിടുമ്പോഴുണ്ടാകുന്ന പുകയാണ് ദില്ലിയെ ശ്വാസം മുട്ടിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ ആപ്പിൻ്റെ ദില്ലിയിലെ സർക്കാർ പഞ്ചാബ് സർക്കാരിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, നിങ്ങളത് കത്തിക്കരുത് എന്ന് പറഞ്ഞാൽ പോരെ. അതില്ല. ദീപാവലി എന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഡിസംബർ 31-ാം തീയതി വരെ വിലക്കാണ്. എന്താ, പുതുവർഷത്തിന് ആ വിലക്കില്ല. അത് ജനുവരി 1-ന് പടക്കം. അത് മതേതര പടക്കങ്ങളാണ്. മറ്റേ ഹിന്ദു പടക്കങ്ങളാണ് മലിനീകരണം കൂടുതലുണ്ടാക്കുന്നത്. മതേതര പടക്കങ്ങൾക്ക് മലിനീകരണം ഇല്ല, കുറവെന്നല്ല, ഇല്ല. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ഉടനെ ഇതിൻ്റെ സംഘാടകർ സുപ്രീം കോടതി ചെന്നു. സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞു, അടിയന്തരമായിട്ട് വേണം. നമ്മുടെ നാട്ടിലെ വള്ളംകളി എന്നൊക്കെ പറയുന്ന പോലെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി എത്രയോ കാലം മുമ്പ് പരിശീലനം ആരംഭിക്കുന്നതാണ്. അതുപോലെ ഈ നാസിക് ദോലൊക്കെ മുഴക്കിയിട്ടുള്ള ഈ ഘോഷയാത്ര, ദോൽ താഷായിക്ക് വേണ്ടിയിട്ട് കാലങ്ങളായി ചെറുപ്പക്കാരും ആളുകളൊക്കെ പരിശീലനമൊക്കെ എടുത്ത് അതിന് ട്രെയിനിങ്ങും ഒക്കെ നടത്തി അതൊക്കെ അവർ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളെ നിരാശപ്പെടുത്തും. അതുകൊണ്ട് കോടതി ഈ ഹർജി ഇപ്പോൾ തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ചെന്നു. ചീഫ് ജസ്റ്റിസ് ബെഞ്ച് ഹർജി മെൻഷൻ ചെയ്തതേ ഉള്ളൂ, കേൾക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ കേട്ട് പറഞ്ഞു, ഈ നിരോധനം റദ്ദാക്കിയിട്ട് പറഞ്ഞു, ഇത് പൂനെയുടെ ഹൃദയമാണ്. ഇത് ദോൾ താഷ, ഗണപതി ഭഗവാന്റെ ഈ ഘോഷയാത്ര കാലങ്ങളായി നടക്കുന്നതാണ്. അത് ശബ്ദ മലിനീകരണം ഒന്നും പറഞ്ഞ് തടയാൻ പറ്റില്ല. ഘോഷയാത്ര നിശ്ചയിച്ച പ്രകാരം നടക്കട്ടെ എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര വിധിയായിപ്പോയല്ലോ. ഭയങ്കര വിധിയാണ്. അതായത് അടിയന്തര മെൻഷൻ ചെയ്തു. ഇതേ കഴിഞ്ഞ ദിവസം ഇപ്പം ഇന്നത്തെ പത്രങ്ങളിലുമൊക്കെ DY ചന്ദ്രചൂഡ് എന്ന ചീഫ് ജസ്റ്റിസിൻ്റെ വലിയ വിമർശനമാണ്. പ്രധാനമന്ത്രിയെ വിളിച്ചത്. ചിലർ പറയുന്നത് രാഷ്ട്രീയ നേതാവുമായിട്ട് ബന്ധം പാടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമാണോ? ഇന്ത്യയുടെ മുഴുവൻ പേരുടെ പ്രധാനമന്ത്രിയാണ്. അതൊന്നുമല്ല, പ്രധാനമന്ത്രി അവിടെ പോയതൊന്നുമല്ല സാർ പ്രശ്നം. അവിടെ അദ്ദേഹം ഗണപതി പൂജ നടത്തി. ആര്? പ്രധാനമന്ത്രി നടത്തി, ചന്ദ്രചൂഡ് നടത്തി. രണ്ടുപേരും ഒന്നിച്ച് ഗണേശനെ പൂജിച്ചു. അപ്പം ഇവരൊക്കെ പ്രതീക്ഷിച്ച ലെഫ്റ്റ് ലിബറൽ സുഡാപ്പി ഇസ്ലാമിസ്റ്റ് ഒക്കെ ആയിരിക്കും ചന്ദ്രചൂഡെന്ന് കരുതിയ ആൾ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിൻ്റെ അസഹിഷ്ണുതയാണ് ഈ പൊട്ടി ഒഴുകുന്നത്. അപ്പോൾ ഇത്രയും കാലം അവർ വിചാരിച്ച ഒരു സാധനം സങ്കല്പം എല്ലാം പൊട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഒന്നാന്തര ഹിന്ദുവാണ്, എനിക്ക് ഭഗവാൻ ഗണേശനിൽ വിശ്വാസമുണ്ട്, ഞാൻ സനാതനിയാണ് എന്ന് പറഞ്ഞതിൻ്റെ
കുരുപൊട്ടലാണ് നടക്കുന്നത്. ഈ രാജ്യത്ത് ഒരാൾക്ക് ഹിന്ദുവിന് മാത്രം അയാളുടെ വിശ്വാസം പറയാൻ പാടില്ല, അയാളുടെ ദൈവത്തെ പൂജിക്കാൻ പാടില്ല, അയാളുടെ ആരാധനകൾ നടത്താൻ പാടില്ല. അത് പ്രധാനമന്ത്രി ആയാലും ശരി, ചീഫ് ജസ്റ്റിസ് ആയാലും ശരി, എന്തായാലും തെറി കേട്ടു. എന്നാൽ പിന്നെ ഗണേശ ഘോഷയാത്ര നിരോധിച്ചുകൊണ്ടുള്ള NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധി വന്നപ്പോൾ അത് അപ്പം തന്നെ മെൻഷൻ ചെയ്തേ ഉള്ളൂ. കോടതി പറഞ്ഞു അടിയന്തരമായിട്ട് കേൾക്കണം, സമയമാവുന്നു, ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം തന്നെ കേൾക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം 3 അംഗ ബെഞ്ച്, പർദിവാലയും മനോജ് മിശ്രയും കൂടെയുള്ള ബെഞ്ചിൽ തീർപ്പ് കൽപ്പിച്ചിട്ട് പറഞ്ഞു, ഗണേശ ഭഗവാൻ ഈ രാജ്യത്തിൻ്റെ, മഹാരാഷ്ട്രയുടെ അഭിമാനത്തിൻ്റെ പ്രതീകം കൂടിയാണ്, അതിനെ നിരോധിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഘോഷയാത്ര നടക്കും. ഇത് ദോൾ താഷ എന്ന് പറയുന്നത് പൂനെയുടെ ചങ്കാണ്, അത് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ 2 ദിവസമായി പൊട്ടുന്ന കുരുക്കൾ ഇനി കൂടുതൽ പൊട്ടിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ബർണോൾ ആവശ്യക്കാരെ അറിയിച്ചാൽ നമ്മുടെ വകയായി നമുക്കും എത്തിച്ചു കൊടുക്കാം. പൊള്ളുമ്പോൾ പുരട്ടി കൊടുക്കാൻ നല്ലതാണ്. ഏതായാലും ജയ് ഗണേഷ്, ഗണപതി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഗണപതി ഭഗവാനെ പൂജിക്കാൻ മാത്രമല്ല, ഗണപതി ഭഗവാന്റെ പേരിലുള്ള ആരാധന വേറെ താല്പര്യങ്ങൾ വെച്ച് തടയണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളെ തടയാൻ കൂടി കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷമുള്ള വിധിയാണ്. കാരണം നമ്മുടെ നീതിപീഠങ്ങൾ കുറച്ചൊക്കെ ഹിന്ദുക്കളുടെ വികാരങ്ങളും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ മാറ്റമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.